വിശ്വപ്രസിദ്ധമായ പുണ്യനഗരമായ അസീസിയിൽ ലയോ 14 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത സന്ദർശനം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഖബറിടത്തിൽ മാർപ്പാപ്പ പ്രാർത്ഥന നടത്തിയത് പ്രത്യാശയുടെ സന്ദേശമാണ് ലോകത്തിന് നൽകിയത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ലയോ 14 മാർപ്പാപ്പ ഇറ്റലിയിലെ അസീസി നഗരം സന്ദർശിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന സെന്റ് ഫ്രാൻസിസ് അസീസി ബസിലിക്കയിലായിരുന്നു മാർപ്പാപ്പയുടെ പ്രധാന സന്ദർശന കേന്ദ്രം. പ്രാദേശിക സമയം ഇന്നലെ, അതായത് നവംബർ 21, 2025 രാവിലെ 8:30 വത്തിക്കാനിൽ നിന്ന് ഹെലികോപ്റ്ററിലാണ് മാർപ്പാപ്പ അസീസി എത്തിയത്. അവിടെ നിന്ന് കാർ മാർഗം ബസിലിക്കയിലേക്ക് പോയി. ബസിലിക്കയിൽ വിശുദ്ധന്റെ ഖബറിടത്തിന് മുന്നിൽ മാർപ്പാപ്പ പ്രാർത്ഥന നടത്തി. ഈ പുണ്യസ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞത് അനുഗ്രഹമായി കരുതുന്നുവെന്ന് അദ്ദേഹം ഹ്രസ്വ സന്ദേശത്തിൽ പറഞ്ഞു. വിശുദ്ധ ഫ്രാൻസിസിന്റെ 800ാം ചരമവാർഷികം ആചരിക്കാനിരിക്കെ ലോകം പ്രതീക്ഷയുടെ അടയാളങ്ങൾക്കായി തിരയുന്ന ഈ സമയത്ത് മഹാനും എളിമയുള്ളവനുമായ ആ വിശുദ്ധനെ ഓർമ്മിക്കാൻ ലഭിച്ച അവസരമാണിതെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. സന്ദർശന ശേഷം മാർപ്പാപ്പ ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്ത ശേഷമാണ് വത്തിക്കാനിലേക്ക് മടങ്ങിയത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഭൗതികാവശിഷ്ടം 800ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് 2026 ഫെബ്രുവരി 22 മുതൽ മാർച്ച് 22 വരെ ബസിലിക്കയിൽ പൊതുവണക്കത്തിനായി വെക്കുമെന്ന വാർത്തയിലുണ്ട്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഈ സമയത്ത് അസീസിയിൽ എത്തിച്ചേരാനും സാധ്യതയുണ്ട്. അതോടൊപ്പം ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളായ പോർച്ചുഗലിലെ ഫാത്തിമയും മെക്സിക്കോയിലെ ഗ്വാഡലൂപ്പയും അടുത്ത വർഷം സന്ദർശിക്കുമെന്ന സൂചന നൽകി ലയോ 14 മാർപ്പാപ്പ. മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് പുറമെ തന്റെ മിഷൻ കേന്ദ്രമായിരുന്ന പെറു, അർജന്റീന, ഉറുഗ്വേ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാനും ആഗ്രഹമുണ്ടെന്ന് മാർപ്പാപ്പ പറഞ്ഞു. എന്നാൽ മാർപ്പാപ്പയുടെ നിർദ്ദിഷ്ട സന്ദർശക രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്.